ഈ ആദ്യത്തെ കേസ് ഉഭയകക്ഷി സമ്മതപ്രകാരം എന്ന് പറയുന്നു. രണ്ടാമത്തെ കേസിൽ വിവാഹ വാഗ്ദാനം നൽകി ക്രൂരമായി ബലാത്സംഗം ചെയ്തുവെന്ന പരാതിയാണ് യുവതി ഉന്നയിച്ചിരിക്കുന്നത്. ഈ കേസിൽ കൂടുതൽ കടുപ്പമുള്ള ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാൽ അത് മാങ്കൂട്ടത്തിലിന് കുരുക്കാകില്ല. അത് ഇതുവരെ കുരുക്കായില്ലല്ലോ. കാരണം ആ കുട്ടി ആരാണെന്ന് ഇതുവരെ അറിഞ്ഞുകൂടാ. ബാംഗ്ലൂരിൽ ഒരാൾ പറഞ്ഞു അവരൊരു പരാതി റിട്ടേൺ ആയിട്ട് കൊടുത്തിട്ടില്ല. അവർ പരാതി റിട്ടേൺ ആയിട്ട് കൊണ്ട് SHOയ്ക്കാണ് കൊടുക്കേണ്ടത്. അവർ KPCC പ്രസിഡന്റ് കൊടുത്താലൊന്നും അത് ഇവിടെ കേസെടുക്കാനായിട്ട് SHO തയ്യാറാകരുതെന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെയല്ലല്ലോ അത് വരേണ്ടത്. അത് കൃത്യമായി അവർക്ക് പരാതി ഉണ്ടെങ്കിൽ അവരത് പറയണം. രണ്ടാമത് അവർ വളരെ നാളുകൾക്ക് മുമ്പുള്ള ഒരു പരാതിയാണ് പറയുന്നത്. 2013 പരാതി പറയുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെയാണെങ്കിൽ അതിലൊരു പ്രിലിമിനറി എൻക്വയറി നടത്തിയ ശേഷമേ FIR ഇടാൻ പാടുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത്. അത് പോലീസ് എടുത്തു ചാടി രണ്ടാമത്തെ കേസിൽ FIR ഇട്ടു. അതുകൊണ്ട് ചാടിക്കയറി ആ കേസിനകത്ത് കയറി അങ്ങ് അറസ്റ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പോലീസിന് പണി വരും തന്നെയാണ് എൻ്റെ കണക്കൂട്ടൽ.